വാസ്തുവിൻ്റെ ആ ഒരു ഭാസ്കറിൻ്റെ ഒരു ബലഹീനാവസ്ഥയിൽ നമ്മൾ പോയി കണ്ടപ്പോഴാണ് ഞാനത് പല പല സ്ഥലത്തും ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇത് ഭാസ്കറിന് ഈ രണ്ടാമത് ചോറ് കിട്ടാത്തതുകൊണ്ട് പിണങ്ങിപ്പോയിട്ടുള്ള വാസ്തുവിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ എൻ്റെ വളരെ ബലഹീന അവസ്ഥയിൽ പോലും ഗുളികയോ ആഹാരമോ പോയി കഴിക്കാതെ തന്നെ ഇവിടെ പല വിശ്വാസികളുടെ വീട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്. വാസ്തു അത്രയ്ക്ക് വാസ്തു അറിയാമെങ്കിൽ പോലും അത് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ വാസ്തുവിനാവ് കാണുന്ന ഇവിടെ നമുക്കിപ്പോൾ ഒരു പനി ദിവസം പുറത്തിറങ്ങില്ല. പക്ഷെ വാസ്തുവിനാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് എണീക്കാമായെങ്കിൽ പോലും പുള്ളി ആഹാരം കഴിച്ചില്ലെങ്കിൽ പോലും പുള്ളിയെ കഴിച്ചില്ലെങ്കിൽ പോലും പുള്ളിക്ക് എനിക്കറിയാം ആ ഒരു ആരോഗ്യാവസ്ഥയിലേക്ക് വളരെയധികം വേദനയൊക്കെ ഉണ്ടാകും. അതുപോലും പുള്ളി കളിക്കാതെ നമ്മുടെ വീട്ടിലും വാസ്തുവിനാണ്. ഇനിയുള്ള വാസ്തുവിന്റെ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും വാസ്തുവിനോട് നമുക്ക് ആത്മീയമായിട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു. അതുപോലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. വാസ്തുവിന്റെ കാര്യങ്ങൾ പുറത്ത് നമുക്ക് എല്ലാവർക്കും ആത്മീയ കൂടിയുടെ ഇനിയും സഹായിക്കാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു.
ഏത് സഭയിൽ ചാർജ് എടുത്താലും ആ ചാർജ് എടുക്കുന്നതിന്റെ ഒരാഴ്ചക്ക് മുന്നേ അവിടെ താമസിക്കും, അല്ലെങ്കിൽ അവിടെ ഉണ്ടാവും. അതാണ് എൻ്റെ ഞാനങ്ങനെയാണ് ചെയ്യാറ്. നേരത്തെ കാര്യങ്ങളെല്ലാം വീക്ഷിക്കും. എല്ലാ കാര്യങ്ങളും അവിടുത്തെ ഞായറാഴ്ചത്തെ കാര്യങ്ങളിലൂടെ ചെയ്തിട്ടുണ്ട്. മുന്നേ ഇരുന്ന സ്ഥലങ്ങളിൽ ക്യാൻസർ വരുന്നത് ഒരു മാസം വേണം. അതായത് ഞങ്ങൾക്ക് കോയമ്പത്തൂരിൽ നിന്ന് നെല്ലാശ്ശേരിക്ക് വന്നത് ഇത്ര ദിവസം ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഒരു മാസം ഗ്യാപ്പ്. ഇപ്പോൾ ഞാൻ സ്ഥലത്തേക്ക് നെല്ലാശ്ശേരി കോയമ്പത്തൂരിൽ നിന്ന് നെല്ലാശ്ശേരി 2 ദിവസത്തെ യാത്രയോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം പോകുമ്പോൾ വളരെ ദീർഘദൂരമാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ദീർഘദൂരമാണ്. അങ്ങനെ അവിടെ അപ്പോൾ അതിൻ്റെതായ സ്വഭാവം എന്ന് പറയുന്നത് ഒരു മാസം മുന്നേ നമ്മൾ എത്തിച്ചേരാൻ വേണ്ടാൽ നമ്മുടെ വീട് എടുത്തിട്ടുണ്ടാകും. ആ വീട്ടിലേക്ക് വരും. പിന്നെ അവിടെ താമസിച്ചുകൊണ്ട് ചുറ്റുപാടുകൾ നോക്കി നമുക്ക് ശുശ്രൂഷ മാറിക്കൊണ്ട് പോയത് ഞങ്ങൾ ചർച്ചയ്ക്ക് നിലവിലുണ്ടാകും. അപ്പോൾ ഒരു മാസം പോയത് ഒരാഴ്ച മുന്നേക്ക് എത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ശൈലി. അപ്പോൾ ഞാൻ യഹൂദൻ ഓർഗനൈസേഷൻ 6 വർഷം ആ പോകുന്നത് 6 വർഷം. അപ്പോൾ അതിൻ്റെ ശൈലിക്ക് ഇവിടുത്തെ ശൈലി വേറെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം നമുക്ക് തോന്നി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ആദ്യമായി കാണുന്നത് നമ്മുടെ അമ്മയാണ്. അമ്മ ഇങ്ങനെ നടന്നു പോകും, ജോലി തൊഴിലുറപ്പിലേക്ക് പോകും. ഞാൻ എനിക്ക് തൊഴിലുമായിട്ടൊന്നുമില്ല ഒരു കാര്യങ്ങളൊന്നും അറിയില്ല. എന്നെ വന്നൊരു
ഇതുപോലെ ചെയ്തതെന്നുള്ള എനിക്കറിയില്ല. ഇവര് എങ്ങനെ ഒന്ന് ചെയ്തെന്ന് അറിയില്ല. എൻ്റെ സ്ഥലത്ത് ഞാൻ ഏതൊക്കെ പാട്ട് നോക്കിയിട്ടുള്ളൂ അളക്കാൻ പോകുന്ന വഴിയോ ഇല്ല. ഇവിടെ നേരെ കോട്ടയത്തിലേക്ക് തിരിച്ച് ആദിയോട് തിരിച്ചു ആദ്യമൊക്കെ തിരിഞ്ഞ് പറഞ്ഞു ഇവിടെ വന്ന് ചേരാൻ നമുക്ക് എൻ്റെ പരിഗണനത്തെ പറ്റും. അങ്ങനെയാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ 3 വർഷം നിങ്ങളോടൊപ്പം എനിക്ക് ആയിരിക്കാൻ ദൈവം തന്നത്. ആ കൃപയിൽ നിന്നുകൊണ്ട് ഒരു പറഞ്ഞതായ പ്രേമതോഴ്ചെന്ന് പറയത്തില്ലായിരുന്നു. വെറുതെ പ്രേമതോഴ്ച ഇങ്ങനെ വേണ്ട അത്രയൊന്നും അല്ലേ. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. നമ്മുടെ സെക്രട്ടറി ഭാഗം എടുത്ത് വായിച്ചു അത് ബാക്കിയൊക്കെ വായിക്കുമ്പോൾ ആ ഭാഗം മാത്രം വായിച്ചു. നാം എന്താണ് ഇപ്പോൾ നാം എന്റെ മകനെ ക്രിസ്തയേശുവിനുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതല്ല. എന്റെ മകന് നാം വിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തരെ പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഈ വചനം വിശ്വാസയോഗ്യം. 3 വർഷത്തെ കാലം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയം. ഞാൻ ഓരോ കാര്യങ്ങളിലും എന്നെ സംബന്ധിച്ചോളം എൻ്റെ ആത്മീയ ജീവിതം മാത്രമല്ല കൂടെ ഉള്ളവരും അവിടെ എത്തണം, മോളിൽ എത്തണം. മനസ്സിലായോ? നമ്മളെല്ലാവരും ചിന്തകൾ നമുക്ക് എല്ലാ ഓരോ ആളുകൾക്കും ഓരോ ശുശ്രൂഷകന്മാരും ഓരോരുത്തർക്കും ഒരു കഴിവുകളാണ്. പക്ഷെ എൻ്റെ കഴിവുകളുടെ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ പൂർണ്ണമായിട്ട് അരച്ച് കരക്കി പിടിച്ചു എന്ന് പറയാം. ഞാനൊക്കെ കണ്ടുപിടിച്ചു, ജഗത്സഹിതം കണ്ടുപിടിച്ചു. അപ്പോൾ ഇതല്ലോ ഞാൻ ആരെയും എന്നെ സംബന്ധിച്ചോളം ആരെയും ഒഴിവാക്കില്ല. അങ്ങനെ ഒഴിവാക്കപ്പെടുന്ന ഒരാളാണ്. കാരണം ദൈവം എന്നെ ഏൽപ്പിച്ചതായ ദൗത്യം എനിക്ക് പൂർത്തിയാക്കും. അപ്പോൾ അങ്ങനെയുള്ള ചില ആളുകളോട് ഞാൻ ആ നിലകളിൽ ഇടപെടുന്നുണ്ട്. ആരെയും വ്യക്തിപരമായി മാറ്റി നിർത്താനും ഒന്നും അങ്ങനെ ആയിട്ട് എന്നെ സ്വയം അങ്ങനെ മാറ്റി നിർത്തി തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാറ്റി നിർത്തിയതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ ഞാൻ ഇപ്പം സെക്രട്ടറിയുമായിട്ടും ശരി സെക്രട്ടറി ഒരു കാര്യം അവിടെ പറഞ്ഞു. എന്താണ് അച്ഛൻ്റെ എന്തിൽ വരുന്ന സമയം അന്നേരം ഞങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് വിളിച്ചു ഞാൻ പറഞ്ഞു ഞാൻ കണ്ടതായ കാഴ്ച ഇന്നതാണ്. അപ്പോൾ എനിക്ക് ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഏറെ സ്നേഹിക്കുന്നു. അപ്പോൾ ആ സ്നേഹിക്കുന്ന ഒരാളോട്, ഒരു അമ്മയോട്, സഹോദരിയോട് ഞാൻ എങ്ങനെയാണ് ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടാണ് സംസാരിച്ചത്. എങ്ങനെയാണ് ശുശ്രൂഷകൻ എന്ന നിലയിൽ നിങ്ങളുടെ അച്ചായൻ ഇത്ര ടൈമിൽ മരണപ്പെടുമെന്ന് എനിക്ക് പറയാൻ കഴിയും. എനിക്ക് നാട്ടിലൊക്കെ ചിന്തിക്കാൻ വരുന്നുണ്ടോ? ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. ഞാൻ സ്വാമിയോട് സംസാരിക്കുകയാണ്, എനിക്ക് അടുത്തിരിക്കുകയാണ്, ഇന്നതാണ് വിഷയം. പക്ഷെ എനിക്ക് അമ്മയോട് പറയാൻ കാരണം ഞാനത് പ്രാർത്ഥിച്ചു. ഞാൻ എന്ത് കാര്യമെന്ന് പറഞ്ഞു, എന്ത് കാര്യമുണ്ടെങ്കിലും എനിക്ക് അറിയാൻ കഴിയും, നിങ്ങളെ മുഴുവൻ വായിക്കാൻ കഴിയും. ഞാൻ വിട്ടേക്കുന്നതാണ്. പലരുടെയും ഹൃദയങ്ങളെ പോലും ഹൃദയത്തിനകത്ത് കയറാൻ പറ്റില്ലെങ്കിലും ഒത്തിരി ദൈവാത്മാവിന് വെളിപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ നമ്മൾ പറയും. അപ്പോൾ അത് എനിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ദൈവമാനോട് ദൈവം ആരാ ചോദിച്ചത് പറയാൻ പറ്റുന്നില്ല. നീ പറയണ്ട, നീ അറിഞ്ഞ സത്യം നിന്റെ ഉള്ളിൽ ഇരുന്നാൽ മതി, നീ ഈ നിമിഷം ഷെയർ ചെയ്യണം. അതെന്നെ ഓർമ്മിച്ചു. ഞങ്ങൾ അത് ഇവിടെ ഷെയർ ചെയ്തു. അങ്ങനെ നിങ്ങൾ പറഞ്ഞു പറയാൻ പറ്റുന്നത് ഞങ്ങൾ തന്നെ തമ്മിൽ കാരണം പറഞ്ഞാൽ ഒരിക്കലും ഇവിടെ അല്ല എങ്ങനെയല്ല അച്ഛൻ മരിക്കും എന്ന് ഒരു ശുശ്രൂഷയുടെ വായിൽ നിന്ന് വരാൻ അറിവ് തന്നു ദൈവം വെളിപ്പെടുത്തി ടൈം
പക്ഷേ പറയാൻ എനിക്ക് പറ്റുന്നു. ഞാൻ അവിടെ അമ്മ കട്ടി എനിക്ക് സന്തോഷം, സത്യം. ഞാൻ അമ്മ കട്ടി എനിക്ക് സന്തോഷം. പക്ഷെ ഞാൻ ഇതെല്ലാം ഞങ്ങൾ ഷെയർ ചെയ്യും. കാരണം പറയുമ്പോൾ അമ്മ കട്ട് ചെയ്ത് നിന്ന്, അല്ലെങ്കിൽ ഞാൻ ആ സ്പോട്ടിൽ എന്ത് ചെയ്യണം, മരിക്കും എന്ന് എൻ്റെ വായിൽ നിന്ന്. അപ്പോൾ അമ്മയുടെ അവസ്ഥ പാസിന്റെ കയ്യിൽ നിന്ന് വന്നത് അമ്മയുടെ ഒരു പിന്മാറ്റത്തിന്റെ മനസ്സിലാവുന്നുണ്ടോ? ആമേ ഹല്ലേലൂയ. പിന്നെ ഞാൻ വന്നപ്പോഴൊക്കെ കാര്യങ്ങളൊക്കെ മാറി പറഞ്ഞിട്ടിരിക്കുന്നു. എന്നിട്ട് അടുക്ക് അങ്ങ് പോയി, കൈ വിട്ടാൽ പോയിട്ടുണ്ട്. മനസ്സിലായി, പോയത് നന്നായി. ഞാൻ വിചാരിച്ചു എന്നെങ്കിലും ഒരിക്കലും തിരിച്ചു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കാരണം ദൈവം ചിലത് നമ്മളെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. ആ ചെയ്തത് അതിപ്പം നമ്മുടെ സുധാകര കാര്യത്തിലായാലും മോള് പറഞ്ഞ കാര്യത്തിലായാലും അങ്ങനെ ഒരു ചില കാര്യങ്ങൾ ചിലരെ ഞാൻ അമർച്ച ചെയ്തിട്ടുണ്ട്. ഇല്ലാന്ന് പറഞ്ഞിട്ട് സുധാകരൻ പറഞ്ഞു ഇന്ന കാര്യത്തിൽ ഇപ്പം പറയണ്ട പിന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആരോടെങ്കിലും നിങ്ങൾ ചെയ്യാൻ പോവുകയാണെങ്കിൽ ചെയ്യരുത്, നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ ഒരു കൺട്രോളിൽ കൊണ്ടുപോകാനാണ് ശ്രമിച്ചത്. അതായത് ആരെയും കുറ്റപ്പെടുത്താനും എന്തെങ്കിലും നന്മയാണ് അത് തടസ്സം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് കാലങ്ങളുണ്ടായിരിക്കും ഞാനത് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എനിക്ക് മറക്കാൻ പറ്റാത്തത് ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിനകത്ത് ചില അനുഭവത്തിലൂടെ അതിൽ പ്രധാനമായും നമ്മുടെ വിഷയത്തെ പിതാവുന്നു. അത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ആരുടെ സ്നേഹമില്ലാത്തല്ല. അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുന്ന സമയത്തും എനിക്ക് കേൾക്കാനുള്ളൊരു മനസ്സ് വെച്ച് കാത് നീട്ടി എൻ്റെ കയ്യിലൂടെ തരികയാണ്. കേൾക്കാനുള്ള എന്ത് കാര്യമായാലും അത് കേൾക്കാനുള്ള മനസ്സ് വെച്ച് നീട്ടി തന്നു. അദ്ദേഹത്തെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമവും എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി പൂർണ്ണമായും ഇദ്ദേഹത്തിന് ദൈവത്തിലേക്ക് വരാനായിട്ട് കഴിയും. പക്ഷെ വല്ലാതെ വല്ലാത്തൊരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് എൻ്റെ ഏറ്റവും എന്താ പറയുക ഒരു പിതാവിനെ പോലെ വളരെ അടുത്ത്, പിതാവിനെ പോലെ ഞാൻ വളരെ അടുത്ത് അടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല, അദ്ദേഹത്തിന് പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നിങ്ങൾ കാണാൻ അറിയാത്ത ഒരു വലിയ ഒരു കണക്ടിവിറ്റി അങ്ങനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. എനിക്ക് ഒത്തിരി സമയം ചിന്തിക്കുന്നു, സംസാരിക്കണം അല്ലെങ്കിൽ കാര്യങ്ങളിൽ പോകണമെന്നുണ്ട്. പക്ഷേ ദൈവാത്മാവ് എന്നോട് ചിലത് സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് എനിക്ക് ആ നിലവിളിയാണ് എന്നെ വളരെ കരുതി വളരെ എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ നിലകളിലും ഞാൻ കിടക്കുന്ന സമയം, അതായത് തിരിച്ചു വരാൻ പോയി പറ്റാത്തൊരു സ്റ്റേജിൽ ഞാൻ കിടക്കുകയാണ്. റേഡിയേഷൻ എന്നെ കഴിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ ഒരു ആരോഗ്യ പ്രശ്നം ഒന്നും നോക്കാതെ എന്നെ കാണാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എന്നെ എഴുന്നേൽപ്പിക്കാനുള്ള ഒരു ശ്രമം ഇന്ന് ഒരു ഭയങ്കര ഒരു കണക്ടിവിറ്റി ആയിരുന്നു. അപ്പോൾ എന്നെ എല്ലാവരും പെട്ടെന്ന് വലിയ ഭാരം എന്നെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് നിങ്ങൾ പറയാനുള്ള ഒരു അവസരം ഇവിടെ തന്നത്. അടുത്തും ഒത്തിരി കയറുകയും ഒരുപാട് എനിക്കറിയത്തില്ല. ഞാനില്ലെങ്കിൽ അദ്ദേഹമില്ല, അദ്ദേഹമില്ലെങ്കിൽ ഞാനില്ല. എനിക്ക് ഓർമ്മ വരാനായി. കാരണം അത്രമാത്രം ആത്മീയമായ ബന്ധം വളരെ പെട്ടെന്ന് ഒരു വെള്ളം വേണമെങ്കിൽ എടുത്തു വെച്ചിരിക്കുന്നതാണ്. പിന്നീട് എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനകളുടെ എല്ലാ കാര്യങ്ങളും 2 മാസത്തോളം അല്ലാതെ അങ്ങനെ എല്ലാ കാര്യവും ഞാൻ എനിക്കെന്ത് ചോദിക്കാൻ ചോദിക്കുന്നു. ഞാൻ എന്ത് ചോദിച്ചാലും നിങ്ങളോട് പോയായിരിക്കും. കാരണം തയ്യാറാണ്, അദ്ദേഹം റെഡിയാണ്. എന്ത് ചോദിച്ചാലും ഞാൻ ചോദിച്ചിട്ട് പക്ഷെ എനിക്ക് എങ്ങനെ തോന്നിക്കും ഒരു വ്യക്തിപരമായ മറ്റൊരു സംഭവം നേരത്തെ പറഞ്ഞതുപോലെ ഞാനിത് വന്നപ്പോൾ എന്നോട് ചോദിച്ച് ചേർന്നു ഞാൻ ചേർന്നു. ഞാനിങ്ങനെ ഉയർന്നു നോക്കണം. എനിക്ക് വാഴ ഞാനിപ്പോൾ നട്ടു വെച്ചിരിക്കണം. ആ വാഴ ബക്കറ്റ് ഏതാണ്ട് ഇല്ല ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുക. എന്തോ ഒരു വല്ലാത്തൊരു അടുപ്പം എനിക്ക് ഇതുപോലെ നമ്മുടെ എന്തിനാ പറഞ്ഞു ചോദിച്ചാൽ നമ്മൾ എങ്ങനെയായിത്തീർന്നു എന്നുള്ളതല്ല, അവരെ കൂടെ ക്രിസ്തുവിൽ എത്തിക്കാൻ നമുക്കൊരു
എന്ന് പറയുക, ആ വ്യാപാര ശക്തി നമ്മിൽ വ്യാപരിക്കുന്ന വ്യാപാര ശക്തി എന്നുപോലെ അമ്മ എനിക്കറിയില്ല, എൻ്റെ അമ്മയായിരുന്നു സത്യം. എൻ്റെ അമ്മയായിരുന്നു മാറി എനിക്കും അറിയത്തില്ല. ഞാനവിടെ ഈ ചെല്ലുന്ന സമയത്ത് ഇന്നും വളരെ കരുതലുകളാണ്, ഒരു ഭയങ്കര കരുതൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഏത് നിമിഷം എന്നെ വിളിക്കുന്നു ഞാൻ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചെങ്കിൽ അങ്ങനെ തോന്നിപ്പോവുകയാണ്. കണക്ടിവിറ്റി ഇപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപാരമാണ് കേട്ടോ. എൻ്റെ കഴിവുകൾ പോലെ നമ്മിലിരിക്കുന്ന ഉള്ളിലുള്ള ഒരു വ്യാപാരം ആ കണക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സൂര്യനാണ് വല്ലാതെ എനിക്ക് ഞാനത് തകർന്നു. ഞാൻ പറയാം, എനിക്കാരുമില്ല, ഉള്ളതാണ് എനിക്ക്. നിങ്ങളുടെ കണ്ണുള്ള എനിക്ക് ആരുമില്ല, ഞാനേ കേട്ടിട്ടുള്ളൂ. എനിക്ക് തന്നൊരു സഭയം, ആ സഭയല്ലാതെ വേറെ ഒരു കാര്യത്തിൽ കല്യാണം വന്നിട്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾക്ക് മാത്രം അങ്ങനെ നിന്ന് പോയിട്ടുള്ളവരാണ്. കല്യാണം വന്നിട്ടുണ്ട് ഒത്തിരി കുറവുകൾ വിലകിട്ടൊക്കെ ചേർന്ന് വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. ആരെയൊക്കെ ഞാൻ സഹായിച്ചിട്ടുണ്ടായിരിക്കാം, ആരോടും വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പിന്നെ ഒരു സഭ എന്നെ ഏൽപ്പിച്ച നിമിഷത്തിൽ അതിന് അവരോടൊപ്പം നിൽക്കുന്നതാണ്. അവരെ തന്നാൽ തന്നില്ലെങ്കിൽ എനിക്ക് അവരോടൊപ്പം നിൽക്കണം. ഞാൻ പല സ്ഥലത്തും പോയിട്ട് തന്നില്ലെങ്കിൽ ഞാൻ പോയിട്ട് എന്നോട് അറിയാവുന്നത് തന്നാലും എൻ്റെ മനസ്സിനകത്ത് ഒരു ശുശ്രൂഷകരെന്ന നിലയിൽ പ്രാർത്ഥിച്ചിട്ടും അവിടെ നിന്നോട് എൻ്റെ കാര്യങ്ങൾ ചെയ്താലും ഞാൻ തിരിച്ച് അവരെ കൂടെ ആയിട്ട് ഗ്രഹണം വേണം. എല്ലാവർക്കും വേണം, നിങ്ങൾക്കും വേണം. അങ്ങനല്ലേ നമ്മുടെ വീട്ടിൽ ചെന്നാൽ പെട്ടെന്ന് കേട്ടിട്ടുള്ള രക്തമാണ് എൻ്റെ ചേച്ചിയുടെ മോൻ്റെ കേട്ടിട്ടുള്ളതാണ്. ആവശ്യമുള്ള വന്ന് വീട്ടിൽ ഞാനത് ബുദ്ധിമുട്ടിച്ചൊന്നും എനിക്കറിയില്ല. ഞാൻ ഡയറക്റ്റ് കാര്യത്തിൽ വരാത്തത് നിങ്ങളോട് വെറുപ്പുകൊണ്ട് അല്ല. നിങ്ങൾ ഒരു പിടി ആഹാരം കഴിക്കുമ്പോൾ അതിൽ ഞാൻ വന്ന് ഒരു പാത്രം മാറ്റുമ്പോൾ എന്നുള്ള മനസ്സിലാകുമ്പോൾ ഒരു കൊച്ചൊക്കെ പറയുകയാണ്, പാസ് ഇന്നും വരും. ഇവിടെ ഇരിക്കുന്ന മുഴുവൻ അയാൾ തിന്നത് ഒരു കൊച്ചു ചേച്ചി നോക്കണേ, അയാൾ തിന്നു, അയാൾ പ്രാർത്ഥിക്കും, പൈസ വാങ്ങിക്കും. അയാൾ കൊച്ചു പറഞ്ഞതാണ് കേട്ട അനുഭവം. ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അപ്പൊ അമ്മ പറഞ്ഞാൽ തീർന്നാണ് വെച്ച് ക്ലാസ് കൊടുത്തു. പക്ഷെ എന്നാലും അയാളോട് അതുകൂടെ തീർന്നിട്ട് പോയത് എനിക്ക് ഇച്ചിരി വെച്ചിരുന്നല്ലോ എന്ന് എനിക്ക് വെച്ചിട്ടല്ലോ എന്ന് അപ്പോൾ അങ്ങനെ വരും. അപ്പോ ഇതെല്ലാം നമ്മൾ എവിടെ പഠിക്കണം. അതുകൊണ്ടാണ് ഇതിനൊക്കെ പോയിട്ട് ചിലപ്പോൾ അങ്ങനെ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ആരുടെയും മുന്നിൽ ഞാൻ ഇവിടെ വന്നിട്ട് സാധാരണ പോകുന്നത് അവിടെ വന്നാൽ ഒരു സഭാലയം വന്ന ഞായറാഴ്ച വന്നാൽ ആ പ്രദേശത്തിന്റെ ഏതെങ്കിലും വീട്ടിൽ കഴിച്ചിട്ടാണ്. ഇന്ന് വരെ ഞായറാഴ്ച ഏതെങ്കിലും വീട്ടിൽ വന്നാൽ ഓർമ്മയുണ്ട് ശ്രദ്ധിച്ച് പോയിട്ട് പറഞ്ഞല്ല നമ്മളൊരു ഇതുണ്ടാകും. ആ ഒരു രീതിയിൽ മാത്രം ഞാൻ പോയിട്ടുള്ളൂ. അല്ലാതെ ഒരു വീട്ടിൽ കൂടുതൽ ഒരാളുടെ വീട്ടിൽ പോകണമോ അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലാക്കില്ല. ഞാൻ ഏത് സമയത്തും വിളിച്ചാൽ ഫോൺ എടുക്കുന്ന രണ്ട് വ്യക്തികളാണ്. അതുകൊണ്ട് അവരെ വിളിക്കും, സെക്രട്ടറി വിളിക്കും, എൻ്റെ അവസ്ഥ ഞാൻ പറയും, ഇന്നതാണ് എൻ്റെ അവസ്ഥ. ഇല്ല ആ സമയത്തൊക്കെ ഞാൻ എനിക്കറിയത്തില്ല എന്താ ചെയ്യുന്നത്. ഞാൻ ആ സമയത്തും വാക്ക് സെക്രട്ടറിയുടെ വായിക്ക് വന്നിട്ടില്ല. എന്നുള്ളത് അത് ആത്മീയ വ്യാപാരമാണ്. എന്നും ഉണ്ടാകട്ടെ, എന്നും ആ കുടുംബത്തിനുണ്ടാകട്ടെ, കുടുംബങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് വിശ്വസിച്ചു. നമ്മുടെ സുധാമയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു സ്റ്റേജുകൾ ആ കുടുംബത്തിന് തലമുറകൾ അതിന് നിർത്തിട്ടല്ല. ആരും വിളിക്കാത്ത വീടുകളുമുണ്ട്, വിളിക്കുന്ന വീടുകളുമുണ്ട്, ശല്യപ്പെടുത്താത്ത വീടുകൾ. കാരണം മോനെ വിളിച്ച് അമ്മയെ എടുക്കും, അമ്മയെ വിളിച്ച് അമ്മയെ എടുക്കും. ഇങ്ങനത്തെ ഫോണുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അതുകൊണ്ടാണ് അനുഭവം വിളിക്കാറുള്ളത്. ഒരു സാധനം ഇപ്പോൾ ജമീനെ വിളിച്ചാൽ ജമീനെ ഞാൻ വിളിക്കണം. എനിക്കറിയാം ജമീൻ്റെ ഡ്യൂട്ടി എന്താണ് വളരെ കൃത്യമായിട്ട്. കാരണം യുഎസിയിലൊക്കെ നന്നായിട്ട് ബന്ധമുള്ള ആളാണ്. അപ്പം എനിക്ക് അറിയാം ജമീൻ്റെ ഡ്യൂട്ടി എന്താണ്. അപ്പം ജമീന് വെറുതെ വിളിച്ച് ഒരു കുശലം അങ്ങനെ ഒരു കുശലായിരിക്കും വേണ്ട. മനസ്സിലാവുമ്പോൾ നമ്മുടെ ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോകുന്ന ആ കുശലം അത് ആരോടുമില്ല. എൻ്റെ ഫോൺ അങ്ങനെ എപ്പോഴും വർക്ക് ചെയ്യുന്ന ഫോണല്ല. ഫോൺ കേൾക്കുന്നില്ല ആ നിലയില്ല. അപ്പൊ അങ്ങനെ അപ്പൊ അതുപോലെ പല ആളുകളിൽ പൊളച്ചനോട് എനിക്ക് പിന്നെ ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ്. എനിക്കറിയാം ഞാൻ പിന്നെ ചില കാര്യം പറഞ്ഞതുപോലെ വിളിച്ചാൽ അല്ലെങ്കിൽ ചോദിച്ചാൽ അല്ലെങ്കിൽ അന്വേഷിച്ചാൽ ആയിക്കോട്ടെ. പക്ഷെ ഞാനിങ്ങനെ അങ്ങനെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ഒരു കോൾ വിളിച്ച കാരണം നമ്മുടെ ആത്മീയ
ഇരിക്കേണ്ട കാര്യം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് ഓഫീസാണിപ്പോൾ വേഗത്തിൽ കട്ട് ചെയ്യാൻ കാര്യങ്ങൾ മാത്രം സംസാരിച്ച് പറ്റില്ല. അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഫ്രീ ആയിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷെ നമ്മളെല്ലാവരും ഒരാളെ കുറിച്ച് പറഞ്ഞു, ഞാനവിടെ സ്റ്റോപ്പ് ചെയ്യും. അവർക്ക് വേണ്ടി പ്രാർത്ഥനമായി പറയുന്നത് ആവശ്യമില്ല. ഞാൻ പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഞാൻ ആവശ്യപ്പെട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഗ്രൂപ്പിലായ ഒരാളെ കുറിച്ച് അങ്ങനെ ഒരു പ്രത്യേകത ഇല്ലായിരുന്നു. പക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒത്തിരി നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അവരെ നേടണമെന്നുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു. ഒരു കുഞ്ഞുങ്ങൾ ഒരാൾ പോലും ദൈവം നൽകിയ ഈ സഭയുടെ കുഞ്ഞുങ്ങളെ ഒരാൾ പോലും മാറിപ്പോയി. ഒരാൾ നേടാൻ കഴിയുന്നില്ലെങ്കിലും നിൽക്കുന്ന ആളെ ഉറപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ആ നിലകളിൽ അവരോട് ഞാൻ അവരെ പോലെ എന്ന് പറയാൻ കഴിയും. എന്തെങ്കിലും എനിക്ക് ഞാൻ നമ്മളെ അറിയാം. അവരെക്കാൾ ഇളയ ഒരാൾ അവരുടെ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ആ ഒരു കെയറാണ് ഞാൻ അങ്ങനെയാണ്. അത് എനിക്ക് താല്പര്യമില്ല. അതെല്ലാവരും അമ്മമാരുടെ എല്ലാവരും അങ്ങനെ ആരോടും അങ്ങനെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാവരും വിളിച്ച് പോകുന്നത് ഇതൊക്കെ എൻ്റെയും കൂടെ ഒരു എന്താണ് എൻ്റെ കുടുംബം അത്ര എനിക്ക് പറയാനില്ല. ഇതിനൊന്നും കൂടുതൽ എനിക്ക് പറയാനില്ല. എൻ്റെ കുടുംബം ആ ബോധ്യം നമ്മുടെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും കാണിച്ചതാനായിട്ട് ഇടപെടാനായിട്ട്. പിന്നെ ഞാൻ വന്നപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. ഞാൻ എല്ലാ ശുശ്രൂഷകളും വന്നപ്പോൾ ജാതി അപേക്ഷിച്ചിട്ട് ജാതിയിലേക്ക് മനസ്സിലാക്കി അങ്ങനെ എൻ്റെ റിലേഷൻ അങ്ങനെ ഒരു കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് വാങ്ങിയിട്ട് ചെല്ലുന്നു. ഇതൊന്നും എൻ്റെ പരിപാടിയല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നത്. സോ ജാതി അന്വേഷിച്ച് പോകുന്ന ഒരാളല്ല, എൻ്റെ ബന്ധുക്കളെ അന്വേഷിച്ച് പോകുന്നതല്ല, എൻ്റെ മതം അന്വേഷിച്ച് പോകുന്ന ആളല്ല. ക്രിസ്തു എന്നിൽ വന്നതുകൊണ്ട് ക്രിസ്തു എന്നെ സ്വന്തമാക്കിയതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ്. ഞാൻ പഠിച്ചതാണ്, ഓരോ ഗുരുക്കന്മാരും പഠിച്ചതാണ്. ക്രിസ്തു എന്നിൽ വന്നതുകൊണ്ട് അതിനെ ഞാൻ മാറ്റി, അതിനെ തരണം വെച്ചു. എൻ്റെ സ്വന്തവും ബന്ധവും എൻ്റെ എല്ലാം എന്ന് പറയുന്നത് എൻ്റെ സഭയാണ്. എന്റെ സഭയാണ്. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു, എന്നോട് വന്നപ്പോഴും പറഞ്ഞു, എന്നോട് പറഞ്ഞു വിട്ടപ്പോഴും പറഞ്ഞു അവിടെ ഇങ്ങനെ വിഷയങ്ങളുണ്ട് എന്ന് അറിയാവുന്ന ഒത്തിരി ആളുകൾ എന്നോട് പറഞ്ഞു. പക്ഷെ ഞാനത് കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടാലും എനിക്കറിയാം. സ്വന്തം നമ്മൾ ഒരു സഭയാണ്, എന്നെ ഏൽപ്പിച്ചത് സഭയാണ്, അതെന്റെ കുടുംബമാണ്, എന്റെ സഹോദരനാണ്, എന്റെ സഹോദരിയാണ്, എന്റെ അപ്പനാണ്, എന്റെ അമ്മയാണ്. എനിക്ക് അപ്പനല്ല, ഞാൻ എന്റെ അപ്പനായിട്ടാണ് ഞാനുള്ളത്. ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ മനസ്സിനകത്ത് വല്ലാതെ വേദനിപ്പിക്കുന്ന സംഭവങ്ങളെല്ലാം പറയുന്നില്ല. ഫീൽ ഉണ്ടാക്കി ചിലപ്പോൾ മേലർക്കാൻ സാധ്യതയുണ്ട്. ഫീൽ ഉണ്ടാകുന്ന സംസാരിക്കില്ലേ ഞാൻ പറഞ്ഞ ടെൻഷൻ കേട്ട് പിന്നാലേക്ക് പോകാൻ പറ്റത്തുണ്ടാകുന്ന വരികയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുടുംബമാണ്, എൻ്റെ അമ്മയാണ്, പറഞ്ഞതുപോലെ അമ്മയാണ്, അച്ഛനാണ്, എൻ്റെ സഹോദരനാണ്. അവര് വാടാ പോടാ ഇടാ ഏത് അങ്ങനെ ഒരു ജീവിതമല്ല എൻ്റെ ജീവിതം. അങ്ങനെ ആകട്ടെ നിങ്ങൾ പറഞ്ഞത് ഒരു വ്യാപാരം തമ്മിലുണ്ടാകും. ക്രിസ്തുവിലുള്ള വ്യാപാരം തമ്മിലുണ്ടാകും. ആ ക്രിസ്തുവിലുള്ള വ്യാപാരം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. മറക്കാൻ പറ്റുന്ന ഒരു പേരുണ്ട്. ഹൃദയത്തിൽ അത് ഇടിച്ചു കയറി നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അവരൊക്കെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. ഒത്തിരി പേരുടെ ഹൃദയം ഇടിച്ച് തകർന്ന് കയറി കൊണ്ട് എന്നെയും കൂടെ മാറ്റി മറിച്ച അന്യമായ ഒരു അന്തരീക്ഷം. ഇതിലൂടെ ഞാൻ കയറി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ 21 ദിവസത്തെ ഉപവാസം വെച്ച് എണ്ണിയാൽ തീരാതെ ഉപവാസം എടുത്തത് ഈ തത്വയിൽ വന്നതിന് ശേഷമാണ്. സ്വന്തം അല്ലെങ്കിൽ ഞാൻ 21 ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം 21 എടുക്കുന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് തോന്നുന്നു 21 ആയിരുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂറ്റി ആയിട്ട് എണ്ണിയാൽ തീരാതെ 21 ഞാൻ ഇവിടെ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നു. അതെൻ്റെ കുടുംബമായത്. ഓരോ കുടുംബത്തിൻ്റെ അവസരങ്ങളാണ് എനിക്ക് തന്നെ ശ്രമിക്കാൻ കഴിയാത്തതായ ഒത്തിരി അനുഭവങ്ങളുണ്ട്. പട്ടിണി കിടക്കുന്ന വീട്ടിൽ ചെന്നിട്ടുണ്ട്, അവരെ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. അതുപോലെ ഒത്തിരി അനുഭവങ്ങൾ ഉള്ളതായ. പക്ഷെ നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട, സ്വർഗ്ഗം നമുക്കുണ്ട്. ഒരു വലിയ പ്രത്യാശയോടെയിരിക്കണം നിങ്ങൾ. വ്യാപാരം തമ്മിൽ വന്നാൽ ആ വ്യാപാരത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയും. ഇവിടെയെല്ലാം നമുക്ക് എല്ലാവർക്കും മകൻ നാട്ടിൽ പോകാൻ കഴിയും. ആമേൻ. 1000 ആണ്ട് വാഴ്ച വരാൻ പോകുന്നു. സ്വർഗത്തിലെ ദൈവം, സ്വർഗം നമ്മൾ പറയുന്നു, പിന്നെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗരാജ്യം എവിടെ വരണം? ഭൂമിയിൽ വരണം. ഒറ്റ പ്രത്യാശ, എന്റെ പ്രത്യാശ അതേ ഉള്ളൂ. അവിടെ വാഴും. അതുകൊണ്ട് ഭൂമിയിൽ വാഴണം. എനിക്ക് എവിടെ വാഴണം? ഭൂമിയിൽ വാഴണം. ഇന്ന് അനുഭവിക്കുന്നതായ ഭാരപ്പെട്ടതായ വിഷമിക്കുന്നതായ ഭാരങ്ങളെ മാറ്റിമറിക്കണമെങ്കിൽ 1000 ആണ്ട് വാഴ്ച സ്വർഗത്തിൽ ദൈവം രാജാവായി ഈ ഭൂമിയിൽ വാഴുമ്പോൾ നമ്മളെല്ലാം രാജാക്കന്മാരാണ്. രാജകീയ പുരോഹിത വർഗം എന്ന് പറയുമ്പോൾ രാജാക്കന്മാർ, ഒരാളും രാജാവാണ്.
അവിടെ നമുക്കെല്ലാം ഓടി നടന്ന് കണ്ണുനീരില്ലാത്ത വേദനയില്ലാത്ത നാട്ടിൽ നിന്ന് ഒന്നും കാര്യം ചെയ്യുക. എല്ലാം ചെയ്യും. നിങ്ങൾ ചെയ്ത മറക്കാൻ പറ്റാത്തതായ ഒത്തിരി അനുഭവങ്ങൾ എന്നെ സാമ്പത്തികമായി ഇവിടം വരെ ഇന്ന് വരെ കൊണ്ടെത്തിച്ച കുടുംബമുണ്ട്. വ്യക്തിപരമായി ഞാൻ പറയുന്നില്ല. ഇവിടം വരെ എന്നെ കൊണ്ടെത്തിച്ചത് ആമേൻ സഹോദരൻ ആമേൻ ആമേൻ ഇവിടം വരെ എന്നെ കൊണ്ടുവന്നവരുണ്ട്. എല്ലാ നിലകളിലും ഇവിടം വരെ എന്നെ കൊണ്ടെത്തിച്ചത് അതൊക്കെ ഞാൻ ഓർക്കുകയാണ്. വ്യക്തിപരമായി മൈൻഡിലൂടെ എടുത്തു പറഞ്ഞാൽ അത് ഇഷ്യൂസ് ഉണ്ടാവും. അതുകൊണ്ട് വ്യക്തിപരമായി എന്നെ സ്നേഹിച്ച എന്നെ കരുതിയ കുടുംബങ്ങളുണ്ട്. സാമ്പത്തികമായൊക്കെ എല്ലാ മാസവും എന്നെ സഹായിച്ച പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഞാൻ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാവരും ആരെയും വെറുതെ കുടുംബത്തിലെ എല്ലാവരും നമ്മൾ സഹായിച്ചവരെ അവരെ എല്ലാ നിലകളിലും എന്നെ കരുതിയവരെ എന്നെ എല്ലാ നിലകളിലും ഉച്ചവാക്കി ഞാൻ സാധിക്കും. സോ എല്ലാവർക്കും നന്ദി. എൻ്റെ നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ നമ്പർ എൻ്റെ ഏത് രാത്രിയും എന്നും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഓർക്കുകയാണ്. ഏത് രാത്രിയിൽ നിങ്ങൾ വിളിച്ചാലും ഞാൻ ഫോൺ എടുക്കും, പ്രാർത്ഥിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ എത്തും. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ പുറത്ത് നിൽക്കാൻ തയ്യാറാണ്. അവിടെ വരെ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ അറിയാം സുഖം. ഇനി ഞാൻ വരും. ഒരു സംശയം വേണ്ട. ഞാൻ പോയിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഇല്ലേ സ്വന്തം Crucifix.